ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ സ്റ്റൂ ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റൂ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ രുചികരമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ചെറിയ പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കിയും എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങയിൽ നിന്നും 1 കപ്പ് ഒന്നാം പാലും 1.5 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. നമുക്കിനിയും സ്റ്റൂ ഉണ്ടാക്കാം. സ്റ്റൂ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് വഴറ്റാം. സവാള വഴറ്റുന്നതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സത്തെല്ലാം അങ്ങ് ഇറങ്ങും അരിഞ്ഞിടുന്നതിലും. കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. 5 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇത് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൊരിഞ്ഞു വരണ്ട. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളക് പൊടിയുടെ എല്ലാം പച്ചച്ചവ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആ ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി എല്ലായിടത്തും ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഈ ചിക്കനും പൊട്ടറ്റോയും ഒന്ന് വെന്തെടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കാം. ചിക്കനും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയും തിളപ്പിക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഞാനൊരു സ്വല്പം മല്ലിയിലയും കൂടെ ചേർക്കാണ്. നല്ല ടേസ്റ്റാണ് ചിക്കൻ സ്റ്റൂവിന് മല്ലിയില ചേർക്കുന്നത്. നമുക്ക് അടച്ച് കുറച്ച് നേരം വെക്കാം. രണ്ടാം പാലൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കാം. സ്റ്റൂ തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകും. എന്നാലും ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഒന്ന് കലക്കി ഒഴിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഈ സ്റ്റൂ കുറുകി കിട്ടും. ആ ചെറു ചൂടിൽ തന്നെ ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൂ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്കിതിലേക്ക് നെയ്യിൽ ഇച്ചിരി ഉള്ളി ഒന്ന് കാച്ചി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കിയാൽ നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ.